ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ന്യൂനപക്ഷങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരത്തിന് വരുന്ന വലിയ മാറ്റമാണോ ഇത്തവണത്തെ കേരളത്തിലെ പല UDF വിജയങ്ങളുടെയും പിറകിൽ എന്ന ആലോചന ഇപ്പോൾ ശക്തമാണ്. ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ മിന്നുന്ന വിജയം നേടിയ ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫിയിലേക്ക് എത്തിച്ചേർന്നുവോ എന്നുള്ള വിചാരം CPM അണികളിൽ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ തവണ K. മുരളീധരൻ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് ഷാഫി പറമ്പിൽ K. ശൈലജയെ പരാജയപ്പെടുത്തിയത്. വടകരയിലേത് ഒരു രാഷ്ട്രീയ വിജയമാണ് എന്നാണ് ഷാഫി പ്രതികരിച്ചിരിക്കുന്നത്. വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത്ര നന്ദിയും കടപ്പാടും വടകരയിലെ ജനങ്ങളോടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വരാൻ സാധ്യത എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ച് തുടങ്ങിയ നിമിഷം തൊട്ട് ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഒരു ഇഞ്ച് പോലും പുറകോട്ടടുപ്പിക്കുന്ന ഒരു നയവും സമീപനവും വടകരയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ആകാശത്തോളം ആത്മവിശ്വാസവും കടലോളം സ്നേഹവും തന്നിട്ടാണ് വടകരയിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഒപ്പം നടന്നത് എന്നുള്ളതിന് ഇപ്പോൾ അവരുടെ വിധിയെഴുത്ത് കൊണ്ടുപോയി എത്തുന്ന ആ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് വരെ തെളിയിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം ആർക്ക് സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ മതേതര ബോധത്തിൻ്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുക. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മൂർച്ചയേറിയ പോരാട്ടം നടന്നത് വടകരയിലായിരുന്നു. അതേ വടകരയിൽ എതിർ സ്ഥാനാർത്ഥി ശക്തിയായിരുന്നിട്ടുകൂടി ഷാഫി പറമ്പിലിന് തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചു. പ്രചരണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ച ആവേശം വോട്ടെണ്ണൽ ദിനത്തിലും നിലനിർത്തി. തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയതിന്റെ തുടക്കത്തിൽ K. ശൈലജ മുൻപിലെത്തിയിരുന്നെങ്കിലും പിന്നീടങ്ങോട്ട് ഷാഫിയുടെ കുതിപ്പാണ് കണ്ടത്. അതിനിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയ K. ശൈലജയുടെ വാക്കുകളിലും ആത്മവിശ്വാസക്കുറവ് പ്രകടമായിരുന്നു. എന്നാൽ വാചകങ്ങളാവട്ടെ പക്വമാർന്നതും. ആര് ജയിച്ചാലും വടകരയിൽ സമാധാനം നിലനിൽക്കണമെന്ന് K. ശൈലജ പറഞ്ഞു. റിസൾട്ടൊക്കെ എന്തായാലും വളരെ വളരെ സമാധാനപൂർണ്ണമായിട്ട് അതിനെ കാണണം. അതുപോലെ ഇലക്ഷനെല്ലാം വരും പോവും. നാട്ടിലെ ജനങ്ങൾ എപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സ്പർദ്ധയുമില്ലാതെ ഇപ്പോൾ ചിലർക്ക് വോട്ട് ചെയ്യും, ചിലർ ചെയ്തിട്ടുണ്ടാവില്ല. അതൊന്നും നമുക്ക് രഹസ്യമാണ്. വോട്ടൊക്കെ ഇന്നയാൾ ചെയ്തിട്ടില്ലെന്നോ ഇന്നയാൾ ചെയ്തില്ലെന്നോ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എവിടെയായാലും കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പിന് എന്തായാലും പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നാട്ടുകാർ പ്രവർത്തിക്കണം. ഇലക്ഷനൊക്കെ വീണ്ടും വരുമോ എന്നുള്ളത് കാണാൻ സാധിക്കണം. അതുകൊണ്ട് സമാധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിയ ഷാഫി പറമ്പിൽ താൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ തവണ K. മുരളീധരൻ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി വടകരയിൽ വിജയക്കൊടി പറിച്ചത്. വലിയ ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ ഷാഫി പറമ്പിലിന്റെ വിജയം ആഘോഷിച്ചത്. ഷാഫി പറമ്പിൽ വടകരയുടെ നിയുക്ത MP ആയതോടെ അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പും അനിവാര്യമായിരിക്കുകയാണ്. ഷാഫിയെപ്പോലെ ജനകീയനായ ഒരു നേതാവിനെ കണ്ടെത്തുക എന്നതായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.